എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഭാര്യ പിണങ്ങി പോകാതിരിക്കാൻ അല്ലെങ്കിൽ ഭാര്യമാർ വെറുക്കുന്ന ഭർത്താക്കന്മാരുടെ 8 ശീലങ്ങളാണ്. അപ്പോൾ ഈ 8 ശീലങ്ങൾ നമ്മൾ ഭർത്താക്കന്മാർ മാറ്റിയിട്ടുണ്ടെങ്കിൽ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ സുദൃഢമാക്കാം. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സന്മനസ്സും കൂടി കാണിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നത് എളുപ്പമാണ്, പക്ഷെ അത് നിലനിർത്തുന്നത് ബുദ്ധിമുട്ടാണ്. സ്നേഹബന്ധത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പ്രണയം, വിശ്വാസം എന്നിവ പോലുള്ള ചില കാര്യങ്ങളാണ്. കുറച്ചു കാലത്തിന് ശേഷം പങ്കാളികൾ പരസ്പരം പോരായ്മകളോടും ശീലങ്ങളോടും ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു. ഇത് പലപ്പോഴും പങ്കാളികൾ തമ്മിലുള്ള വഴക്കുകളിലേക്ക് നയിക്കുന്നു. എല്ലാവർക്കും നല്ലതും ചീത്തയുമായ ചില ശീലങ്ങളുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കാളികളുടെ ചില മോശം ശീലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ ശീലങ്ങൾ ഭർത്താക്കന്മാരിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അത് മാറ്റാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തേതാണെങ്കിൽ ഭാര്യയുടെ കുടുംബത്തെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത്. അതൊരിക്കലും പാടില്ല. ഭാര്യയുടെ കുടുംബാംഗങ്ങളെക്കുറിച്ച് ഒരിക്കലും നിങ്ങൾ മോശമായി സംസാരിക്കരുത്. ഇതിലൂടെ ഭാര്യമാർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഭാര്യയുടെ മുന്നിൽ വെച്ച് ഭർത്താവ് മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ കളിയാക്കുമ്പോൾ ഭാര്യയ്ക്ക് അത് ഒരിക്കലും ഇഷ്ടമല്ല എന്ന് പ്രത്യേകം ഓർക്കുന്നത് നല്ലതാണ്. ഭർത്താവിൻ്റെ ഈ ശീലം ചിലപ്പോൾ ആ സമയത്ത് കലഹത്തിനിടയാക്കിയേ ഇല്ലെങ്കിൽ കൂടിയും ഭാവിയിൽ ഭാര്യ ഓർത്ത് വെച്ചിട്ട് വഴക്കിന് കാരണമാകാം. അടുത്തത് ഭാര്യയുടെ ശരീരത്തെ മോശമാക്കി പറയുന്നത്. ശരീരപ്രകൃതിയെക്കുറിച്ചോ മുഖസൗന്ദര്യത്തെക്കുറിച്ചോ ആരെങ്കിലും അഭിപ്രായം പറയുമ്പോൾ തന്നെ സ്ത്രീകൾക്ക് ദേഷ്യം വരും. അങ്ങനെ ഇരിക്കുമ്പോൾ ഭർത്താവ് തന്നെ ഭാര്യയുടെ രൂപത്തെ കളിയാക്കുകയോ അവളെ തടിയുള്ളവളെന്നോ ഉയരം കുറഞ്ഞവളെന്നോ വിളിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും അവരെ വേദനിപ്പിക്കും. ഭാര്യയുടെ ശരീരത്തെ കളിയാക്കുമ്പോൾ അവർക്ക് തീർച്ചയായും ദേഷ്യം വരും എന്ന് നമ്മൾ ഓർക്കുക. അടുത്തത് സുഹൃത്തുക്കൾക്കിടയിൽ വെച്ച് കളിയാക്കുന്നത്. പലപ്പോഴും ഭാര്യയും ഭർത്താവും പരസ്പരം കളിയാക്കാറുണ്ട്. അതെല്ലാം ശരിയാണ്. ആ കളിയാക്കലുകൾ എല്ലാം ഒന്നില്ലെങ്കിൽ ബെഡ്റൂമിൻ്റെ അകത്തോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അകത്തോ മാത്രം ഉള്ളവയായിരിക്കും. എന്നാൽ ഈ തമാശ പരസ്പരം മാത്രമായിരിക്കും. എന്നാൽ ഭർത്താവ് സുഹൃത്തുക്കളുടെ ഇടയിൽ വെച്ചോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഇടയിൽ വെച്ചോ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ചോ ഭാര്യമാരെ കളിയാക്കുമ്പോൾ അത് ഭാര്യമാർക്ക് വളരെ മോശമായി തോന്നും. ഭർത്താവ് അബദ്ധവശാൽ പോലും ഇത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ബന്ധത്തിൽ വിള്ളൽ വീഴാൻ അധിക നാൾ വേണ്ടിവരില്ല. അടുത്തത് അമ്മയുമായി താരതമ്യം ചെയ്യുന്നത്. പുരുഷന്മാർക്ക് വളരെ മോശമായ ഒരു ശീലമുണ്ട്. അവർ ഭാര്യയുടെ പ്രവൃത്തികളെ അവരുടെ അമ്മയുടെ പ്രവൃത്തിയുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങുന്നു. ഓരോ ചെറിയ കാര്യത്തിനും ചിലപ്പോൾ ഭർത്താവ് ഭാര്യയെ അമ്മയുമായി താരതമ്യം ചെയ്യുന്നു. പ്രത്യേകിച്ച് അമ്മയെപ്പോലെ രുചികരമായ ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാത്തതിനെ കുറിച്ച് പരാതി പറയുന്നു. ഭർത്താവ് ഭാര്യയെ അമ്മയുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതായി കാണാം. ഭാര്യമാരുടെ കുറവുകളും തെറ്റുകളും നിങ്ങൾ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചാൽ ഭാര്യയ്ക്ക് തീർച്ചയായും കോപം വരും. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അടുത്തത് കള്ളം പറയുന്ന ശീലം. ഭാര്യയെ സന്തോഷിപ്പിക്കാനും വഴക്കുകൾ ഒഴിവാക്കാനും പുരുഷന്മാർ ചെറിയ നുണകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ഭാര്യയ്ക്ക് ഒരിക്കലും തൻ്റെ പങ്കാളി നുണ പറയുന്നത് ഇഷ്ടമല്ല എന്ന് നമ്മൾ ഓർക്കണം. നിങ്ങളുടെ നുണ പറയുന്ന ശീലം ദാമ്പത്യ ബന്ധത്തിൽ വിശ്വാസ്യത നശിപ്പിക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് പ്രശ്നങ്ങളായിട്ട് മാറുന്നതാണ്. ഇതിലൂടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്യും. അടുത്തത് മറ്റു സ്ത്രീകളെ നോക്കുന്ന ശീലം. പുരുഷന്മാരുടെ മറ്റൊരു ദുശ്ശീലം എന്തെന്നാൽ ഭാര്യ എത്ര സുന്ദരിയാണെങ്കിലും മറ്റു പെൺകുട്ടികളെ അവർ നോക്കും. ചിലപ്പോൾ മറ്റുള്ളവരിൽ ആകൃഷ്ടരായി അവരുമായി ബന്ധം സ്ഥാപിക്കാൻ വരെ പുരുഷന്മാർ ശ്രമിച്ചേക്കാം. ഇത്തരം ശീലം ഒരു ഭാര്യയും ഇഷ്ടപ്പെടുന്നതില്ല. നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ വീഴാൻ ഇത് തന്നെ ധാരാളമാണ്. അടുത്തത് അമിതമായ നിയന്ത്രണം. അതായത് വിവാഹശേഷം ഭർത്താക്കന്മാർ ഭാര്യമാരുടെ മേൽ പലവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അവർക്ക് ചില ആഗ്രഹങ്ങൾ ഉള്ളതുപോലെ മറ്റുള്ളവർക്കും ഉണ്ടെന്ന് അവർ മനസ്സിലാക്കണം. ഭർത്താവ് ഭാര്യയിൽ അമിതമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ അത് ഭാര്യമാരെ ദേഷ്യം പിടിപ്പിക്കും. ഭാര്യയ്ക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യം നൽകാൻ ഭർത്താവ് എപ്പോഴും തയ്യാറാകണം. അടുത്തത് അമിതമായ ദേഷ്യം. ഒരു വണ്ടിയുടെ 2 ചക്രങ്ങളാണ് ഭാര്യയും ഭർത്താവ് എന്ന് മനസ്സിലാവും. ഒരു കുടുംബ ബന്ധം മുന്നോട്ട് നയിക്കാൻ രണ്ടുപേരും സഹകരിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അത് നല്ല സുദൃഢമായ കുടുംബ ബന്ധം ആവുകയുള്ളൂ.
ഇരുവർക്കും പരസ്പരം ഒരാളില്ലാതെ ജീവിക്കാനാകില്ല. ജോലി സമ്മർദ്ദം മൂലമോ ചിലപ്പോൾ ശരിയായി സംസാരിക്കാത്തത് കൊണ്ടോ ചിലപ്പോൾ ഭർത്താക്കന്മാർ ഭാര്യയോട് ദേഷ്യം പ്രകടിപ്പിക്കാറുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ അവർ വൈകാരികമായി വിഷമിക്കാതിരിക്കാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ പരമാവധി മാന്യത പുലർത്തേണ്ടതുണ്ട്. അമിതമായി ദേഷ്യപ്പെടുന്ന ഭർത്താവിന് ഭാര്യമാർ ഒരിക്കലും ഇഷ്ടപ്പെടില്ല എന്ന് ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബ ബന്ധം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സന്മനസ്സും കൂടി കാണിക്കുക.